അധ്യായം 62. സൂറത്തുൽ ജുമുഅ. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 11. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. ആകാശഭൂമികളിലുള്ളവയെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. രാജാധിപതിയും മഹാപരിശുദ്ധനും പ്രതാപശാലിയും യുക്തിമാനുമായവൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. അക്ഷരജ്ഞാനമില്ലാത്തവരിൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാണവൻ. അവന്റെ വചനങ്ങളെ അദ്ദേഹം അവർക്ക് ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും അവരെ വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അതിനു മുമ്പ് അവർ വ്യക്തമായ വഴിപിഴവിൽ തന്നെയായിരുന്നു. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. അവരിൽപ്പെട്ട മറ്റു ചിലരുടെ അടുത്തേക്കും അദ്ദേഹത്തെ അയക്കുകയുണ്ടായി. അവർ ഇവരോടൊപ്പം എത്തിച്ചേർന്നു കഴിഞ്ഞിട്ടില്ല. അവൻ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്നു. താൻ ഉദ്ദേശിച്ചവർക്ക് അത് അവൻ നൽകുന്നു. അല്ലാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. തൗറാത്തനുസരിച്ച് ജീവിക്കാൻ ചുമതലപ്പെടുത്തുകയും എന്നിട്ട് ആ ചുമതല നിർവഹിക്കാതിരിക്കുകയും ചെയ്തവരുടെ സ്ഥിതി വലിയ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ മാതിരിയാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ജനതയുടെ ഉപമ എത്ര ചീത്ത! അക്രമികളായ ജനതയെ അല്ലാഹു സ്വർഗത്തിലാക്കുകയില്ല. قل يا أيها الذين هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين. നബിയെ, താങ്കൾ പറയുക, യഹൂദികളെ, മറ്റു മനുഷ്യരെ കൂടാതെ തങ്ങൾ മാത്രം അല്ലാഹുവിന്റെ മിത്രങ്ങളാണെന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കുക, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ولا يتمنونه أبدا بما قدمت أيديهم والله عليم بالظالمين. അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് നിമിത്തം ഒരിക്കലും അവരതിന് കൊതിക്കുകയില്ല. അക്രമികളെക്കുറിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാകുന്നു. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നബിയെ, പറയുക, ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകുന്നുണ്ടോ അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പിന്നീട് അദൃശ്യകാര്യങ്ങളും ദൃശ്യകാര്യങ്ങളും അറിയുന്നവന്റെ അടുത്തേക്ക് നിങ്ങൾ മടക്കപ്പെടും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കുകയും ചെയ്യും. يا أيها الذين آمنوا
إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ പോകുകയും കച്ചവടം വിട്ടേക്കുകയും ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. എന്നിട്ട് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപാരിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിക്കുകയും ധാരാളമായി അള്ളാഹുവെ ഓർക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا قُلْ مَا عِندَ اللَّهِ خَيْرٌ مِنَ اللَّهْوِ وَمِنَ التِّجَارَةِ وَاللَّهُ خَيْرُ الرَّازِقِينَ. ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അതിലേക്ക് അവർ ഒഴുകുകയും താങ്കളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പറയുക, അള്ളാഹുവിങ്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമായതാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഉത്തമനത്രേ.